ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ളത്. നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ജൂൺ ആദ്യം കുട്ടികൾ സ്കൂളിലേക്ക് പോകും. എല്ലാ മാതാപിതാക്കളും തൻ്റെ കുട്ടികൾ വിദ്യാസമ്പന്നരാകണം, പഠിച്ച് വലിയ നിലയിലാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് സ്കൂളിലേക്കും അതുപോലെ തന്നെ കോളേജിലേക്കും ഒക്കെ അയക്കുന്നത്. പക്ഷേ ഗുരു സൂചിപ്പിച്ച വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള ഒരു മഹാസങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ടാണോ മാതാപിതാക്കൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് കുട്ടികളെ അയക്കുന്നത് എന്ന് നാം വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതായത് വിദ്യ ലഭിക്കുമ്പോൾ അവർ സ്വതന്ത്രരാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണോ? ഏതിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രരാകേണ്ടത്? വെറും പണം സമ്പാദിക്കുവാനുള്ള വിദ്യ ആണോ നമ്മൾ ആർജിക്കേണ്ടത്? എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും ഉള്ള വിദ്യ വേണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ കലാലയങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇവരാരും നൽകുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ഉദ്ദേശിച്ചാണ് ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്? നമ്മൾക്ക് ഒരുപാട് കെട്ടുപാടുകളുണ്ട്, സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥതയുണ്ട്. അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെല്ലാം വേട്ടയാടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ സ്വതന്ത്രരാകണം. അപ്പോൾ അതിനുള്ള ഒരു വിദ്യ കൂടി നമ്മൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾക്കൊരു വിദ്യ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, ഉദാഹരണം ഇപ്പോൾ കമ്പ്യൂട്ടർ. ഇന്ന് കമ്പ്യൂട്ടർ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ ആ കമ്പ്യൂട്ടറിലൂടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ഈ വിദ്യ കൊണ്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു സമതുലിതാവസ്ഥ കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മറ്റു പിരിമുറുക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതുവരെ പഠിച്ച വിദ്യ കൊണ്ട് നമ്മൾക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള ആ മഹിതമായ സങ്കല്പത്തെ എത്ര വിശാലമായ രീതിയിലാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പുതുവർഷ ആരംഭത്തിൽ ഓരോ മാതാപിതാക്കളും തൻ്റെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ അവർക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു സ്വതന്ത്ര ചിന്ത, വിദ്യ അവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കണം. ഗുരുവിൻ്റെ, പരമ്പൊരുളിൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.